ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു RS സ്റ്റോറീസ്. ഞാൻ ഇത് സത്യം പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വച്ചതാണ്. ഞാൻ അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ലോങ്ങിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് നോക്കാമെന്ന്. കാരണം എനിക്ക് വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വേറൊന്നുമില്ല, ഒരു ഈവനിങ് വ്ളോഗാണ്. ജസ്റ്റ് ഒരു ഈവനിങ് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടിരുന്ന വ്ളോഗാണ്. അപ്പോൾ ഞാൻ ലോങ്ങായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വേറെ പ്രത്യേകിച്ച് എനിക്ക് പണികളൊന്നുമില്ല. ഇന്ന് കുറച്ചധികം പണികളുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയാ. നമ്മൾ ഈവനിങ് ആസ് യൂഷ്വൽ മുറ്റമൊക്കെ തൂത്തുവാരി ബാക്കും തൂത്തുവരും. ഇവിടെ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നും മുറ്റം അടിക്കാറൊന്നുമില്ല. ഒരു ദിവസം കൂടുമ്പോഴത്തേക്ക് മാത്രമേ, അതായത് ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ നാളെ തൂക്കത്തില്ല, അങ്ങനെ. അത് കണക്ക് തന്നെ ഇപ്പോൾ പിന്നെ മഴയും കാറ്റുമൊക്കെ ഭയങ്കര സീനായതുകൊണ്ട് ഇപ്പോൾ മിക്ക ദിവസവും തൂക്കും കേട്ടോ. വേറൊന്നുമല്ല, നല്ല കാറ്റൊക്കെ അടിച്ച് നമുക്ക് നമ്മുടെ സ്ഥലത്ത് മരമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഫുൾ ഇൻ്റർലോക്ക്ഡാണ്. വീടിൻ്റെ 4 ചുറ്റും ഇൻ്റർലോക്ക്ഡാണ്. അതുകൊണ്ട് മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനും വേണ്ടി അപ്പുറത്ത് മറ്റേ നമ്മുടെ അയനിച്ചക്കയാണെന്ന് തോന്നുന്നു, അതിന് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാറ്റടിക്കുമ്പോഴത്തേക്ക് ഫുൾ നമ്മളെ ഒരിടത്തിലോട്ടാണ് വീഴുന്നത്. അപ്പോൾ അതൊക്കെ തൂത്തുവരാനും കാര്യങ്ങളൊക്കെ കാണും. കാറ്റടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇവിടെ അങ്ങനെ തൂത്തുവരാൻ കാണും. പിന്നെ തൂത്തുവാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ലോപ്പാണ് കേട്ടോ. ആ സ്ലോപ്പിൻ്റെ ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്ക് മുന്നേ നമ്മുടെ ഇൻ്റർലോക്ക് തന്നെ ആയിരുന്നു കിടന്നിരുന്നത്. ഇപ്പോൾ വന്നിട്ട് നമ്മൾ മേടിക്കുന്ന ടൈമിൽ, അതായത് ഇവിടെ വീട് കാണാൻ വന്നപ്പോഴത്തേക്ക് അത് ഇൻ്റർലോക്ക് തന്നെയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് സ്ലിപ്പറി ആണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചേട്ടൻ തന്നെയാണ്, അത് നമ്മൾ മേടിക്കാൻ വന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ തന്നെയാണ്, ശ്രീകാന്ത് എന്നാണ് ചേട്ടൻ്റെ പേര്, ചേട്ടൻ തന്നെയാണ് അത് മാറ്റി സിമൻ്റ് ഇട്ടത്, ഇൻ്റർലോക്ക് മാറ്റി സിമൻ്റ് ഇട്ട് തന്നത്. ബട്ട് അതിൻ്റെ പ്രശ്നം ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഭയങ്കര പാടാണ്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. തൂത്ത് അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ തൂക്കുമ്പോഴത്തേക്ക് ഭയങ്കര രീതിയിൽ മണ്ണും കൂടെ വരും. എനിക്ക് ഇച്ചിരി അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഭയങ്കര തുമ്മലായിരിക്കും കേട്ടോ തൂത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പോൾ മഴയുടെ ടൈം ആയതുകൊണ്ട് വലിയ സീനില്ല. അത് കഴിഞ്ഞിട്ട് തൂത്തുവാരി അതൊക്കെ എടുത്ത് നമ്മൾ ബാക്കിൽ നമുക്ക് ഇതിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഭാഗം ചെയ്തിട്ടുണ്ട്, കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ രാവിലെ തുണിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് വിരിക്കാൻ പോവുകയാണ് കേട്ടോ. വിരിക്കാൻ പോയപ്പോഴത്തേക്കാണ് നമ്മൾ 2 ചെടി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാരകവും ഒരു തെച്ചി എന്നൊക്കെ പറയുന്ന കേൾക്കാം. അതും യെല്ലോ കളറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇത് മൊട്ടായിട്ടാണ് നിന്നത്. അതിപ്പോൾ പൂവൊക്കെ വിടർന്നു. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു. പിന്നെ നാരകത്തിൽ രാഹു എണ്ണ നിർത്തിയിട്ടുണ്ട്. 30 നാരങ്ങ പിടിച്ചിട്ടുണ്ടോ നാരകത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ കിടന്ന ഡ്രസ്സൊക്കെ ഞാൻ മടക്കി എടുത്തോണ്ട് താഴെ വരുന്നത്. കാരണം അല്ലാതെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ മടക്കത്തില്ല, ഇവിടെ ഇട്ടേക്കും. അതുകൊണ്ട് മുകളിൽ നിന്ന് തന്നെ മടക്കിക്കൊണ്ട് വരും. പിന്നെ നമ്മൾ വിരിക്കാനുള്ള തുണിയൊക്കെ വിരിച്ചു. എന്നിട്ട് രാഹു വന്നിട്ട് എവിടെ പോകുന്നു എന്തോന്ന് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മടക്കിയ തുണി കൊണ്ടുവന്ന് താഴെ വരുവാണ്. വേറൊന്നുമല്ല, ഞാൻ താഴെ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ചെയ്യും. എൻ്റെ ഡ്രസ്സും രാഹുവിൻ്റെ ഡ്രസ്സും സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കും. അതായത് എൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകാനുള്ള, അതായത് എൻ്റെ കബോർഡ് ഇരിക്കുന്ന റൂമിലോട്ട് കൊണ്ടുപോകാനുള്ളത്, അവൻ്റെ കബോർഡുള്ള റൂമിലോട്ട് കൊണ്ടുപോകാനുള്ളത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് രാഹുവിൻ്റെ ഡ്രസ്സ് രാഹുവിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറയും. ഏകദേശം 2-3 ദിവസം വരെ ആ ഡ്രസ്സുകൾ ഞാൻ എവിടെയാണ് വെച്ചത് അവിടെ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ റൂമിൽ വയ്ക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യിക്കാൻ നോക്കുന്നതാണ്. കൊണ്ടുവന്ന് റൂമിൽ വയ്ക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യിച്ച് നോക്കുന്നത്. ചിലപ്പോൾ എടുത്തുകൊണ്ട് വയ്ക്കും, ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കും. പിന്നെ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുവയ്ക്കണമല്ലോ. അതുകൊണ്ട് വീട് വൃത്തിയായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുവയ്ക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞിട്ട് രാഹുവിൻ്റെ ഡ്രസ്സ് അതുപോലെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് എൻ്റെ കബോർഡിലോട്ട് വയ്ക്കാൻ പോകാൻ കേട്ടോ. ഇത് എൻ്റെ സ്റ്റഡി ടേബിളും എൻ്റെ കബോർഡും കൂടെ വരുന്നതാണ്. നമുക്ക് 2 പേർക്കും കൂടി നമ്മുടെ 2 പേരുടെ ഡ്രസ്സും കൂടി ഒരു കബോർഡ് ഇരിക്കത്തില്ല. പിന്നെ എൻ്റെ റൂമിൽ കൊണ്ടുവന്നാലും എനിക്ക് പിന്നെ തിരിഞ്ഞ് മാറ്റണം. വേറൊന്നുമല്ല, എൻ്റെ എത്നിക് വെയർസ് വേറെ, എനിക്ക് വീട്ടിൽ ഇടുന്ന വേറെ, കാഷ്വൽ വെയർസ് വേറെ ആയിട്ട് മാറ്റിയിട്ടാണ് വയ്ക്കുക. ഞാൻ എൻ്റെ അലമാരയിൽ എല്ലാത്തിനും അതിൻ്റേതായ സ്ഥാനങ്ങളുണ്ട്. എല്ലാം കറക്റ്റായിട്ട് ഞാൻ വയ്ക്കും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക്
രാഹു എന്തെങ്കിലും വന്ന് തപ്പിയാൽ മാത്രമേ എൻ്റെ കബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാറുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ കേട്ടോ വയ്ക്കാറ്. പിന്നെ ഞാൻ എന്തെങ്കിലും അടിയിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്കും വന്ന് വീഴും എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ കബോർഡിനില്ല. അതങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു നമുക്ക് ഒന്ന് ബെഡ്ഷീറ്റും കൂടെ ചേഞ്ച് ചെയ്യാമെന്ന്. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നമുക്ക് ഈ കിടക്കുന്ന ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഇരുണ്ടൊരു ഫീൽ വരും റൂമിനകത്ത്. ഒരു കളർഫുൾ അല്ലാത്തൊരു ഫീൽ വരും. അപ്പോൾ അതൊക്കെ മാറ്റി ഞാനൊന്ന് വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ വെളിയിൽ വന്നൊന്ന് കിവിയിലൂടെ കളിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഞാൻ കൂടുതലും കുറച്ചുകൂടി ഫ്രണ്ട്ലി എന്ന് പറയുന്നത് കിവിയുടെ അടുത്താണ് കേട്ടോ. ഞാൻ ഓറിയേക്കാളും ഞാൻ ഫ്രണ്ട്ലി കിവിയുടെ അടുത്താണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ ഫ്രം RS സ്റ്റോറീസ്.